IPL-ൽ ഇത്തരമൊരു അവസ്ഥയിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആരും കണ്ടിട്ടുണ്ടാകില്ല. വളരെ ഈസിയായി ചേസ് ചെയ്യാമായിരുന്ന സ്കോർ പോലും ചെന്നൈക്ക് ഇന്ന് ചേസ് ചെയ്യാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെ ഒരു മത്സരത്തിൽ 6 റൺസിന് രാജസ്ഥാൻ റോയൽസിനുമായി തോൽവി സമ്മതിച്ചിരിക്കുകയാണ് സൂപ്പർ കിങ്സ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നേടിയത് 182 റൺസായിരുന്നു. അതും 9 വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ നേടിയത്. ജയ്സ്വാളും സഞ്ജുവും ജുറലും ഹസരംഗയും എല്ലാം പരാജയപ്പെട്ട മത്സരത്തിൽ നിതീഷ് റാണയുടെ ഒറ്റയാൻ പോരാട്ടമാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത്. 36 പന്തിൽ 10 ഫോറും 5 സിക്സും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ്. നിതീഷ് റാണയെ പുറത്താക്കാൻ വേണ്ടി ധോണിയുടെ മിന്നൽ സ്റ്റമ്മിങ്ങും ഉണ്ടായിരുന്നു. പിന്നാലെ റിയാൻ പരാഗ് 28 പന്തിൽ 37 റൺസാണ് നേടിയത്. അവസാന ഓവറുകളിലേക്ക് അത്രയും വിക്കറ്റ് നഷ്ടമായതുകൊണ്ടാണ് സ്കോർ 200 കടക്കാതെ പോയത്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഖലീൽ അഹമ്മദും നൂർ അഹമ്മദും പതിറണയും 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ അശ്വിനും ജഡേജയും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ആദ്യ ഓവർ മെയ്ഡനായി ആരംഭിച്ച ജോഫ്ര ആർച്ചർ രച്ചിൻ രവീന്ദ്രയുടെ വിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഓവർ ആരംഭിച്ചത്. പിന്നാലെ ഗെയ്ക്വാഡും ത്രിപാഠിയും ചേർന്ന മത്സരം പതിയെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ 19 പന്തിൽ 23 റൺസ് ത്രിപാഠി നേടിയപ്പോൾ 44 റൺസാണ് ഗെയ്ക്വാഡ് നേടിയത്. ശിവം ദുബെയുടെ പുറത്താകലാണ് മത്സരത്തിൽ ഏറെ വഴിത്തിരിവായത്. റിയാൻ പരാഗിന്റെ അത്ഭുത ക്യാച്ചിലൂടെ ശിവം ദുബെയും പുറത്തായി. വിജയ് ശങ്കർ പതിവ് പോലെ തന്നെ 9 റൺസിന് ക്ലീൻ ബൗൾഡായി മടങ്ങി. രവീന്ദ്ര ജഡേജ 22 പന്തിൽ 32 റൺസ് എടുത്ത് നോട്ട് ഔട്ടായി നിന്നു. എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണി അവസാന ഓവറുകളിൽ അടിക്കുമെന്ന് പ്രതീക്ഷയെങ്കിലും 11 പന്തിൽ 16 റൺസ് നേടി നിൽക്കുമ്പോൾ ഹെഡ്മാറിന്റെ മനോഹരമായ ക്യാച്ചിലൂടെ അവസാന ഓവറിലെ ആദ്യ പന്തിൽ പുറത്താവുകയായിരുന്നു. മത്സരത്തിൽ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 20 റൺസായിരുന്നു. ആ 20 റൺസ് ധോണി അടിച്ചെടുക്കുമെന്ന് തന്നെ പലരും പ്രതീക്ഷിച്ചു. പതിവിലും വിപരീതമായി 7ാം നമ്പറിലാണ് ധോണി ബാറ്റ് ചെയ്യാൻ എത്തിയത്. എന്നാൽ മത്സരഫലത്തെ മാറ്റിമറിക്കാൻ അതൊന്നും ആവശ്യമായിരുന്നില്ല. മത്സരത്തിൽ ഹസരംഗ 4 വിക്കറ്റ് പ്രകടനം കാഴ്ചവെച്ചു. സന്ദീപ് ശർമ്മയും ആർച്ചറും ഓരോ വിക്കറ്റ് വീതം നേടി. രാജസ്ഥാന്റെ ബോളിംഗ് താരതമ്യേന മികച്ചതായിരുന്നു. സ്പിന്നർമാർ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ തുഷാർ ദേശ്പാണ്ഡെയും സന്ദീപ് ശർമ്മയും റൺസ് വഴങ്ങി. അവസാന ഓവറിൽ 20 റൺസാണ് ഡിഫൻഡ് ചെയ്തത്. CSK ആരാധകർ കട്ടക്കലിപ്പിലാണ്. ഇതിനു മുമ്പ് ടീമിനെ ഇത്തരമൊരവസ്ഥയിൽ കാണാത്തതിന്റെ നിരാശയും നല്ലോണം ആരാധകർക്കുണ്ട്.